ഹായ് ഗൈസ്. അപ്പോൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ചെയ്യുന്ന ടാഗുകൾ ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു. ഇനി ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്ന ടാഗുകൾ നോക്കാം. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ കുറേ കോണ്ടന്റ് ഉണ്ടാവും, കുറേ ടെക്സ്റ്റ് കോണ്ടന്റ് നമ്മൾ എന്തായാലും കൊടുക്കും. അപ്പോൾ ആ ടെക്സ്റ്റ് കോണ്ടന്റ് ഒക്കെ പല രീതിയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ടാഗുകളെയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ എന്ന് പറയുന്നത്. നമ്മളൊരു പാരഗ്രാഫ് കൊടുക്കും, ആ പാരഗ്രാഫിൽ ചില പോർഷൻസ് നമുക്ക് ബോൾഡ് ആക്കേണ്ടി വരും, ചില പോർഷൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടി വരും, ചില പോർഷൻസ് ഇപ്പോൾ 2 സ്ക്വയർ എന്നൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുകളിൽ 2 ഇടേണ്ടി വരും. അങ്ങനത്തെ പല പല യൂസ് കേസസ് നമുക്കൊരു ടെക്സ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ ഓൾറെഡി HTML പല ടാഗുകളും നമുക്കുണ്ട്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബോൾഡ് എന്നുള്ളൊരു ടാഗാണ്, ബോൾഡ് ആക്കാൻ. പിന്നെ ഇറ്റാലിക് എന്നുള്ളത് ജസ്റ്റ് കുറച്ചൊരു ആംഗിൾ കൊടുത്തിട്ട് ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ, മാർക്ക്ഡ്, അങ്ങനത്തെ കുറേ ടാഗുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് കണ്ടതിന് മനസ്സിലാവും ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് ഈ ടാഗുകൾ കൊടുക്കുമ്പോൾ. ഇപ്പോൾ ഈ ടാഗ് കൊടുക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് CSS പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും ഈ ടാഗ് യൂസ് ചെയ്യണം എന്ന് പറയുന്നതിന് മേജർ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ വെബ്സൈറ്റ് ഒരു സെർച്ച് എഞ്ചിൻ്റെ ക്രൗളേഴ്സ്, സെർച്ച് എഞ്ചിൻ്റെ നമ്മളെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഈ ക്രൗളേഴ്സ് നിങ്ങൾക്ക് തരുന്ന റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരു യൂസർ വരുന്നു, എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുന്നു, അപ്പോൾ നിങ്ങളെ വെബ്സൈറ്റിൽ ആ ഒരു കോണ്ടന്റ് ഉണ്ടോ എന്ന്, അത് ഒരു സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ യൂസർ സെർച്ച് ചെയ്തത്, ഇന്നൊരു ഇന്നൊരു കോട്ട് നിങ്ങളെ വെബ്സൈറ്റിൽ ഉണ്ടോ എന്നുള്ളതാണ് സെർച്ച് ചെയ്തതെങ്കിൽ ഈസിലി ആ ക്രൗളേഴ്സ് നിങ്ങളെ വെബ്സൈറ്റിൽ വന്നിട്ട് കോട്ട് എന്നൊരു ടാഗിൽ കൊടുത്ത പോർഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ വെബ്സൈറ്റ് ആ ഒരു സെർച്ച് എഞ്ചിനിൽ ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഒരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ സംഭവം തന്നെ, നിങ്ങളെ കോഡിന്റെ റീഡബിലിറ്റി കൂട്ടും. അതേപോലെ കോഡിന്റെ സൈസ് മിനിമൈസ് ചെയ്യും. കുറേ CSS പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. കോഡിന്റെ സൈസ് ഭയങ്കരമായിട്ട് കുറക്കാൻ പറ്റും. പിന്നെ റീഡബിലിറ്റി കൂട്ടുന്ന ഇതിന്റെ കേസിൽ എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോഡ് ഒരാൾ വന്ന് ഒരു എക്സ്റ്റേണൽ, ഇപ്പോൾ ഈ കോഡ് നിങ്ങളെ കോഡ് ചെയ്തൊന്നും അറിയാത്ത, പുറത്തുനിന്ന് കോഡിംഗ് ഒന്നും അറിയാത്ത ഒരാൾ വന്ന് വായിക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് ഈ ടാഗ് കാണുമ്പോൾ അറിയാൻ പറ്റും ഈ പോർഷനിൽ നിങ്ങൾ സെൻറ്ററിൽ സ്ട്രോങ് എന്നുള്ള കൊടുത്തതിന് പകരം എന്തെങ്കിലും കോണ്ടന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈസിലി അത് വായിക്കുന്നത് മനസ്സിലാവും. ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ട് എംഫസൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ടെക്സ്റ്റിനെയാണ് ഇങ്ങനെ സ്ട്രോങ് എന്ന് റാപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അയാൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അഡ്രസ് എന്നുള്ളത് അഡ്രസ് ടാഗ് വെച്ച് ക്രിയേറ്റ് ചെയ്താണ് അയാൾക്ക് ഈസിലി മനസ്സിലാവുന്നത് അഡ്രസ് ആണെന്നുള്ളത്. അങ്ങനത്തെ ഒരു മീനിങ്ങും ഈ ഓരോ ടാഗിനും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഔട്ട്പുട്ടിനെ കൂടാതെ. പിന്നെ ഇതിന്റെ ചില ടാഗുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇതിൽ സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, അതേപോലെ തന്നെ ഡിലീറ്റഡ് എന്നുള്ള ടാഗ് ഉണ്ട്. ഇത് കാണാൻ പറ്റും. ആ രണ്ട് ടാഗും തരുന്ന ഔട്ട്പുട്ട് ഒരേപോലെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ രണ്ട് ടാഗ് ഉണ്ടാക്കണം? അതിന്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് നമുക്ക് ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒരു സെൻറ്റർ കൂടെ ലൈൻ ഇടേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ സ്ട്രൈക്ക് ത്രൂ എന്നുള്ള സംഭവം യൂസ് ചെയ്യും. ചില സമയങ്ങളിൽ നമുക്ക് ഈ സാധനം ഡിലീറ്റ് ചെയ്തു, ഈ ഒരു കണ്ടന്റ് ഇപ്പോൾ കറന്റ് വെബ്സൈറ്റ് ഡിലീറ്റ് ചെയ്ത് പോയതാണെന്ന് കാണിക്കുകയായിരിക്കും വേണ്ടിയത്. അപ്പോൾ ആ സമയത്ത് ഡിലീറ്റ് എന്നുള്ള ആ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ആ കോഡ് റീഡബിലിറ്റി കൂടും ചെയ്യും. സെർച്ച് എഞ്ചിൻസിന് ഇപ്പോൾ എങ്ങാനും ഈ വെബ്സൈറ്റ്സ് എന്തെങ്കിലും സെർച്ച് എഞ്ചിൻ സാധനങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വെബ് പേജ് ആണെങ്കിൽ സെർച്ച് എഞ്ചിൻ പെട്ടെന്ന് ആ ഒരു കോണ്ടന്റ് കണ്ടുപിടിച്ച് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഒരു ടാഗുകൾ, മീനിങ് ആയിട്ട് നെയിംഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ യൂസ് ചെയ്തുള്ള മേജർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഇതിന് കുറേ CSS പ്രോപ്പർട്ടീസ് കട്ട് ഡൗൺ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് CSS ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഇതിലുള്ള പല ബിഹേവിയർ നമുക്ക് CSS വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ കുറേ ലൈൻ ഓഫ് CSS ഈസിലി ജസ്റ്റ് ഈ ടാഗ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കട്ട് ഡൗൺ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇൻപുട്ട് ടാഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക്സ്.